നമസ്കാരം. 2 മന്ത്രിമാർ കുറ്റവാളികളെന്ന് അമിത്ഷാ. കേരളത്തിൽ ഇനി BJPയുടെ മുഖ്യമന്ത്രി. എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ 2 മന്ത്രിമാർ കുറ്റവാളികളെന്ന് പറയേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് BJPയുടെ ദേശീയ നേതാവ് അമിത്ഷായെ കൊണ്ടെത്തിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അമിത്ഷാ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തലസ്ഥാനത്തെത്തിയിരുന്നു. അമിത്ഷാ എത്തിയതിന് പിന്നാലെ മിഷൻ 40യുടെ നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് BJP കടക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനമടക്കം ഈ മാസം ഉണ്ടാകാൻ പോകുന്നു. അതായത് നിയമസഭയിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം. അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ വളരെ കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ കളത്തിൽ ഇറക്കാൻ പോകുന്നു. BJPയുടെ കേരളത്തിലെ വോട്ട് ഷെയർ എന്ന് പറയപ്പെടുന്നത് 20-ൽ നിന്ന് 30-ഓ 40-ഓ ഒക്കെ ശതമാനമായിട്ട് ഉയരാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നുള്ള തരത്തിലേക്ക് അമിത്ഷാ പറയുന്നു. മാത്രമല്ല, അങ്ങനെ 30-ഓ 40-ഓ ശതമാനമായി കേരളത്തിൽ BJPയുടെ വോട്ട് ഷെയർ ഉയരാൻ അധികകാലം വേണ്ട എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പ്രദേശത്തിലെ വീഴ്ചകൾ പരിഹരിക്കുവാനുള്ള നിർദ്ദേശമടക്കം നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതി കൂടി തയ്യാറാക്കിക്കൊണ്ടാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ തലസ്ഥാനത്തെത്തിയത്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചടുലമായിട്ടുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് BJP എന്നത്. BJP സ്ഥാനാർത്ഥി നിർണയം അടക്കം ഈ മാസം പൂർത്തിയാക്കുവാൻ തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്ത നേതൃയോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, അമിത്ഷായുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും ഈ പ്രാവശ്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ അടക്കം പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിവേഗത്തിൽ മുന്നോട്ട് പോകുവാനുള്ള BJPയുടെ ഒരുക്കങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. BJPക്ക് സ്വാധീനമുള്ള ഏകദേശം 40 മണ്ഡലങ്ങളിൽ വേഗം ചർച്ചകൾ പൂർത്തിയാക്കുന്നു. എന്നിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. ജനുവരി 20-ന് മുൻപ് NDA സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുവാൻ അമിത്ഷാ നേതാക്കൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, വരും ദിവസങ്ങളിൽ ബൂത്ത് തലം വരെ NDA സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തണമെന്ന് നിർദ്ദേശവും അദ്ദേഹം നൽകിയിരിക്കുകയാണ്. നിലവിൽ ജില്ലാതലത്തിലാണ് NDA കമ്മിറ്റികൾ ഉള്ളത്. ഇത് മണ്ഡലം ബൂത്ത് തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടിയിരിക്കുന്നു. മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കൂട്ടായിട്ടുള്ള പരിശ്രമം ഉണ്ടാകണമെന്നുകൂടി അമിത്ഷാ പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ BJP തൊട്ടുകൂടാത്ത പാർട്ടിയാണ് എന്ന അവസ്ഥ ഇപ്പോൾ കേരളത്തിലില്ല എന്നും പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നും പാർട്ടിയുടെ വളർച്ചയ്ക്കായിട്ട് അത് പ്രയോജനപ്പെടുത്തണമെന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ. അതോടൊപ്പം തന്നെ ആ നിർദ്ദേശങ്ങൾ സ്ഥാനാർത്ഥി നിർണയം അടക്കം നടത്തുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുക്കണം. മണ്ഡലം പിടിക്കാനായിട്ട് തുടർച്ചയായിട്ടുള്ള പ്രവർത്തനം നടത്താൻ കഴിയുന്ന ആളെ ആയിരിക്കണം സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കേണ്ടത്. എല്ലാ മതവിഭാഗങ്ങളെയും ഒപ്പം നിർത്തി മുന്നോട്ട് പോകണമെന്നുകൂടി, മാത്രമല്ല രാജ്യവിരുദ്ധ ശക്തികളെ പരാജയപ്പെടുത്താൻ BJPക്ക് മാത്രമേ കഴിയൂ എന്നും ആ തരത്തിലുള്ള പ്രചാരണങ്ങളാണ് ഇവിടെ നടത്തേണ്ടത്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി നടത്തേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അമിത്ഷാ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് BJPയുമായി ബന്ധപ്പെട്ട് വരുന്ന ഇനിയുള്ള ദിവസങ്ങളിൽ നിയമസഭയിലേക്ക് എങ്ങനെയാണ് മത്സരിക്കേണ്ടത്, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക ഒരുക്കങ്ങളെ സംബന്ധിച്ചൊക്കെയാണ് നേതൃത്വം വിശദീകരിക്കുന്നത്. മാത്രമല്ല, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൽ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ച്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് തദ്ദേശത്തിൽ വോട്ട് വീതം കുറഞ്ഞത് ഗൗരവമായിട്ട് കാണേണ്ടതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല, ക്രിസ്ത്യൻ വിഭാഗങ്ങളെ കൂടെ നിർത്തുന്നതിൽ പൂർണ്ണമായിട്ട് വിജയിക്കാനായില്ല എന്നുള്ളതടക്കമുള്ള അഭിപ്രായങ്ങൾ യോഗങ്ങളിൽ ഉയരുന്നുണ്ട്. അതുകൂടി പരിഹരിച്ചു കൊണ്ടുവേണം മുന്നോട്ട് പോകേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ മേഖലകളിൽ നേട്ടമുണ്ടാക്കാനായില്ല എന്നുള്ള സ്വയം വിമർശനം കൂടി ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ടായിരുന്നു. അങ്ങനെ പല വിഷയങ്ങളും ചർച്ച ചെയ്തുകൊണ്ടുള്ള വലിയൊരു ഏകോപന പ്രവർത്തനം തന്നെയാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമുക്കറിയാലോ, റെജി ലൂക്കോസിനെ അടക്കം CPMന്റെ സഹയാത്രികനാണ് എന്ന് സ്വയം പ്രഖ്യാപിത സഹയാത്രികൻ റെജി ലൂക്കോസ് അടക്കം ഇപ്പോൾ BJPയിലേക്കൊക്കെ ചേരുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ കൂടെ നിർത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി, അല്ലെങ്കിൽ BJP പരാജയപ്പെട്ടു പോയി എന്ന് പറയുന്നിടത്ത് നിന്ന് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കൂടെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതിന്റെ സാഹചര്യത്തെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇനി റെജി ലൂക്കോസ് ആണെങ്കിലും ഇനി വരാനിരിക്കുന്ന മറ്റ് പല മേഖലയിലുള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ വന്നിരുന്നാലും ക്രിസ്ത്യൻ മെജോറിറ്റി എന്ന് പറയപ്പെടുന്നതും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഉന്നമനം എന്ന് പറയപ്പെടുന്നതും ഒക്കെ എത്രത്തോളം BJPക്കുള്ളിൽ ശക്തമാകുമെന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല, റെജി ലൂക്കോസിനെ പോലുള്ളവർക്കൊന്നും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തുവാനൊന്നും കഴിയില്ല. കാരണം അത്തരത്തിൽ താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനങ്ങളൊന്നും കാഴ്ചവെക്കാൻ കഴിയാത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു റെജി ലൂക്കോസ് എന്ന് പറയപ്പെടുന്നത്. റെജി ലൂക്കോസ് സാമൂഹ്യ പരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം സമൂഹത്തിന്റെ ഏതെങ്കിലും കോണുകളിൽ മുൻകാലങ്ങളിൽ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതൽ ഇങ്ങനെ പ്രവർത്തന പാരമ്പര്യത്തിന്റെ മേന്മയുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും പറയാൻ കഴിയുന്ന വ്യക്തിയൊന്നുമല്ല. പക്ഷെ പകരം കഴിഞ്ഞ കുറച്ച് നാളുകളായി പല ചാനലുകളിലും ഇത്തരത്തിൽ ഇടത് സഹയാത്രികൻ എന്നുള്ള ലേബലിൽ ചർച്ചകളിൽ പങ്കെടുത്തുള്ള വ്യക്തിയാണ്. ആ ഒരു സ്വാധീനത്തിന്റെ പുറത്ത് ഇനി മുന്നോട്ട് ഈ ഹസ്കറിനടക്കം ഇടതുപക്ഷ സഹയാത്രികൻ എന്ന് പറഞ്ഞ് ഇനി പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള തിട്ടൂരം CPM മുന്നോട്ട് വെച്ചപ്പോൾ അത്
ബാധിക്കാൻ പോകുന്ന റെജി ലൂക്കോസിന് അടക്കമുള്ളവർക്കാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് റെജി ലൂക്കോസ് അടക്കം ഇപ്പോൾ BJP-യിലേക്ക് മടങ്ങിപ്പോയിട്ടുള്ളതും. എന്തോ ആയിക്കോട്ടെ, അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം ക്രൈസ്തവ വിഭാഗങ്ങളെ, ന്യൂനപക്ഷങ്ങളെയൊക്കെ നേരിട്ട് കണ്ട് അവരെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു അമിത്ഷായുടെ കഴിഞ്ഞ ദിവസത്തെ യോഗങ്ങളൊക്കെ നടന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കം അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് എന്ന് BJP-ക്ക് ഇപ്പോഴാണ് ബോധ്യമാകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള രാഷ്ട്രത്തിന്റെ മുഴുവൻ വിശ്വാസത്തെയും ഹനിക്കുന്നതാണ് എന്നും കേസിന്റെ FIR-ൽ തന്നെ പ്രതികളെ രക്ഷിക്കുവാനുള്ള കാര്യങ്ങളുണ്ടെന്നൊക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയിരുന്നു അമിത്ഷാ. അതായത് സ്വർണ്ണക്കൊള്ളയിൽ 2 മന്ത്രിമാർ മനസ്സിൽ കുറ്റവാളികളാണ് എന്നും എന്നിട്ടും ഇവരെ ന്യായീകരിക്കുകയാണ് CPM-നൊപ്പം കോൺഗ്രസ് നേതാക്കളും പ്രതികളാണ് എന്നും ഒക്കെ അമിത്ഷാ പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് കുറ്റവാളികളാണ് എന്ന് പറയപ്പെടുന്ന 2 മന്ത്രിമാർ, ആ മന്ത്രിമാരെ രക്ഷിച്ചെടുക്കാൻ നടത്തുന്ന സർക്കാരിന്റെ ഭാഗം അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു രീതി എന്ന് പറയപ്പെടുന്ന ന്യായീകരണ രീതി എന്ന് പറയപ്പെടുന്ന ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല. ശബരിമല വിഷയമാണ് സത്യത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അടുപ്പിക്കുവാൻ, നമ്മുടെ കൂടെ നിർത്തുവാൻ കഴിയുന്ന ഒരു തന്ത്രമെന്ന് മനസ്സിലാക്കുവാൻ അമിത്ഷായ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം ഇവിടുത്തെ BJP-യുടെ സംസ്ഥാന നേതാക്കൾക്ക് കഴിഞ്ഞു എന്ന് മനസ്സിലായിട്ടില്ല. എന്നാൽ ശബരിമല വിഷയത്തെ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസിന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഒരു നേട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തുവാൻ അവർക്ക് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. എന്തായാലും BJP ജനപ്രതിനിധികളുടെ സംസ്ഥാന സംഗമം അടക്കം മിഷൻ 2026 പ്രഖ്യാപനം നടത്തിക്കൊണ്ടുള്ള പദ്ധതികളാണ് അമിത്ഷാ മുന്നിൽ വെച്ചത്. മാത്രമല്ല വികസനം, സുരക്ഷ, വിശ്വാസ സംരക്ഷണം എന്നിവയടക്കം കേരളത്തിന്റെ ഭാവിക്ക് BJP സർക്കാരും മുഖ്യമന്ത്രിയും ഉണ്ടാവണമെന്നും ദേശദ്രോഹികളിൽ നിന്ന് രക്ഷിച്ചത് കേരളത്തെ വികസിതമാക്കുവാനും വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുവാനും LDF-നും UDF-നും കഴിയില്ല എന്നും 2047 ആകുമ്പോഴേക്കും ഇവിടെ നമ്മൾ ഒരു വികസിത ഭാരതം സൃഷ്ടിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് എന്നും വികസിത കേരളത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സൃഷ്ടിക്കാനാവൂ എന്നും LDF UDF സഹകരണം കാരണം കേരളത്തിൽ വികസനം സ്തംഭിച്ചിരിക്കുകയാണ് എന്നും ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രാജ്യത്ത് കോൺഗ്രസും ഇല്ലാതാവുകയും 2024 BJP-ക്ക് കേരളത്തിൽ ലഭിച്ച 20% വോട്ട് ഷെയർ 30%-വും 40%-മായി ഉയരാൻ ഇനി അധികകാലം വേണ്ട എന്നുകൂടി അമിത്ഷാ പറഞ്ഞു വെക്കുമ്പോൾ വരാൻ പോകുന്നത് BJP-യുടെ മന്ത്രിസഭയാണ് എന്നും വരാനിരിക്കുന്നത് ഭരിക്കാൻ പോകുന്നത് BJP-യുടെ മുഖ്യമന്ത്രിയാണ് എന്നുള്ള സൂചനകളാണ്. LDF-ന്റെയും UDF-ന്റെയും മിത്രങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമി എന്നും SDP എന്നും അദ്ദേഹം പറയുമ്പോഴും അവരുടെ വിഭജന രാഷ്ട്രീയത്തിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. LDF-ഉം UDF-ഉം പ്രീണന രാഷ്ട്രീയത്തിലാണ് വിശ്വസിക്കുന്നത് എന്നും ഒരാളോടുള്ള പ്രീണനം മറ്റൊരാൾക്ക് അനീതിയാവുകയും അതുകൊണ്ടാണ് BJP തുല്യനീതി പറയുന്നത് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. വികസനത്തിനും വിശ്വാസ സംരക്ഷണത്തിനും കഴിയുന്നില്ല എങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം പിണറായി വിജയൻ ഒഴിയണം അല്ലെങ്കിൽ രാജിവെക്കണം എന്ന് കൂടി അമിത്ഷാ പറയുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഇവിടെ കേരളത്തിൽ ഒരു സർക്കാർ രൂപീകരിക്കുകയും BJP-യുടെ മുഖ്യമന്ത്രിയെ നിയമിക്കുകയും ചെയ്യുക എന്നതാണ് ആത്യന്തികമായി അവരുടെ ലക്ഷ്യം. കേരളത്തെ ദേശവിരുദ്ധ ശക്തികളിൽ നിന്ന് സംരക്ഷിക്കുകയും സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് BJP-യുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ 2026 അല്ലെങ്കിൽ 2031, അപ്പോൾ 2026 തന്നെ നിയമസഭയിലേക്ക് കേരളത്തിൽ നിന്ന് 40% വരുന്ന വോട്ട് ഷെയർ BJP നേടിയെടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ 30-നും 40-നും ഇടയ്ക്കുള്ള വോട്ട് ഷെയർ നേടിയെടുക്കുകയാണെങ്കിൽ കേരളം ഭരിക്കാൻ പോകുന്നത് BJP-യുടെ മുഖ്യമന്ത്രി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ്. മാത്രമല്ല BJP-യുടെ നേതാക്കന്മാരായിട്ട് അല്ലെങ്കിൽ BJP-യുടെ സ്ഥാനാർത്ഥികളായിട്ട് ഇപ്പോൾ തന്നെ അറിയാൻ കഴിയുന്നത് BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ, CK പത്മനാഭൻ, കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ്, V മുരളീധരൻ, K സുരേന്ദ്രൻ, AP അബ്ദുള്ളക്കുട്ടി, K സോമൻ, PC ജോർജ്, ശോഭാ സുരേന്ദ്രൻ, MD രമേശ്, R ശ്രീലേഖ, ഷോൺ ജോർജ് തുടങ്ങിയവരൊക്കെ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളവരാണ്. മാത്രമല്ല ആദ്യത്തെ 1ാം ഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് പൂർത്തീകരിക്കുമ്പോൾ വളരെ മിടുക്കന്മാരായിട്ടുള്ള, അതായത് നമുക്കറിയാലോ 40ഓളം വരുന്ന ഇവരുടെ A ക്ലാസ് മണ്ഡലങ്ങളുണ്ട്. ആ A ക്ലാസ് മണ്ഡലങ്ങൾക്ക് വളരെ കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ ആയിരിക്കും BJP കളത്തിലിറക്കാൻ പോകുന്നത്. മാത്രമല്ല 2026 ഇവിടം പിടിച്ചടക്കുക എന്നൊരു ലക്ഷ്യം കൂടി BJP-ക്കുണ്ട്. മാത്രമല്ല സ്വർണ്ണക്കൊള്ള എന്ന് പറയപ്പെടുന്നതിനകത്തെ 2 മന്ത്രിമാരുണ്ട്. അവർ കുറ്റവാളികളാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അവർ കുറ്റവാളികളാണ് എങ്കിൽ വളരെ കൃത്യമായിട്ടും അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ 2 മന്ത്രിമാർ അറസ്റ്റിലേക്ക് പോകുന്നുണ്ട്. മാത്രമല്ല കേരളത്തിന് ഭരണ നേട്ടം ഇനി നേടിയെടുക്കാൻ കഴിയുന്നത് BJP-ക്ക് മാത്രമാണ് എന്ന് BJP അവകാശപ്പെടുമ്പോൾ അടുത്ത നമ്മുടെ കേരള സംസ്ഥാനം ഭരിക്കാൻ പോകുന്നത് BJP-യുടെ മുഖ്യമന്ത്രിയാണ് എന്നുകൂടി അവർ അവകാശപ്പെടുന്നുണ്ട്.